ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ അടുത്ത ട്രിപ്പ് പോവാണ്. നമ്മൾ പോകുന്ന ഓക്ലൻഡിൽ 1-2 സ്ഥലങ്ങൾ കവർ ചെയ്യാനാണ്. അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ വേറൊരാളും കൂടെ ഉണ്ട്. ആള് ഇവിടെ എത്തുമ്പം കാണിച്ചു തരാവേ. ഇതാണ് നമ്മ പറഞ്ഞ അകത്തേക്ക് തിരിഞ്ഞു നോക്കിയേ. കൊന്നിട്ട് തിരിഞ്ഞു നോക്കില്ല. നമുക്ക് വഴിയെ കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞ കഥയിലെ നായിക. ഇത് രണ്ടാമത്തെ നായിക. പറഞ്ഞായിരുന്നു നീ യൂട്യൂബിൽ വരും, നീ യൂട്യൂബിൽ 10:30 സാറ്റർഡേ. നമ്മൾ എത്തുമ്പോ എത്ര സമയം നോക്കട്ടെ. 9 മണിക്ക് എത്തുന്ന കാണിക്കുന്നത്. ഇപ്പൊ സമയം ഏകദേശം 7:45. നമ്മള് 1.5 മണിക്കൂറുണ്ട് ഇവിടുന്ന് ഓക്ലൻഡിലോട്ട്. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. നമ്മൾ ശരവണ ഭവനിൽ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഉണ്ട്, അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ച് പോകണം. പക്ഷെ അവിടെ എത്തുമ്പോൾ ഉള്ള സമയവും പിന്നെ പാർക്കിംഗ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് നോക്കാം. എന്നത്തെയും പോലെ പതിവ് പോലെ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തു. പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ട് അപ്പോൾ രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു എർത്ത് ഉണ്ടായി, ഇനി അറിഞ്ഞോന്ന് ചോദിച്ചു. അവള് എണീറ്റ് കിടക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ കട്ടിൽ കുലുങ്ങിയത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എർത്ത് ഉണ്ടാവാറുണ്ട്. ഇതൊരു പുതുമയല്ല, പക്ഷെ എങ്കിലും കുറവാണല്ലേ. പൊതുവെ ന്യൂസിലാൻഡിൽ കുറച്ച് കൂടുതലാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഇതിന്റെ കൂടുതലാണെങ്കിൽ നമുക്ക് സുനാമി വാണി കൊണ്ട് നമ്മുടെ ഓക്ലൻഡിലേക്കാണല്ലോ പോകുന്നത്. അങ്ങനെ ഫൈനലി എന്താണ് തേയില് വന്നു. വിന്റർ കഴിയാറായില്ലേ? ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ശരിക്കും ചൂട് തുടങ്ങുന്നത്. ചൂട് ശരിക്കും ഉള്ളത് ഡിസംബർ ആയിട്ടേ വരത്തുള്ളൂ. ഈ സെപ്റ്റംബറിൽ ഒക്ടോബറിലൊക്കെ സെപ്റ്റംബറിലാണ് ഇത് വരുന്നത്, ലൈഫ് സേവിങ്ങിന്റെ ഇത് വരുന്നത്. ഇനി നമ്മൾ അതെ മിക്കവാറും ശരവണഭവൻകാര് പാത്രം ബുഫേ തുറക്കുമ്പോഴത്തേനും നമ്മളവിടെ ഉണ്ടാവും, പാത്രം പിടിച്ചു. ഇന്നത്തെ ഹൈക്കിങ്ങിനേക്കാളും കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കുന്നത് കഴിക്കാനാണ്. കുറെ നാളായിരുന്നു. ഇവിടെ ഇപ്പൊ നമ്മൾ പോണ വഴിക്ക് കാണുന്നില്ല തോന്നുന്നില്ല മറ്റേ മരിച്ചവരുടെ. എവിടെ ഉണ്ടാവാന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ പോകുന്നത് മറ്റേ ബോംബെ വഴിക്കാണ് കേട്ടാ. ഞാൻ കാണിക്കാം, ബോംബെ കാണിക്കാം. ബോംബെ ടച്ച് ചെയ്യാത്ത സൈഡ് വഴിയാണോ പോകുന്നത്? ഇതാണ് ബോംബെ, ന്യൂസിലാൻഡിലെ ബോംബെ. ചിലപ്പോ അവര് പ്രൊണൗൺസ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും രീതിക്കായിരിക്കും. പോണ വഴിക്ക് കലക്കൻ ട്രെയിൻ. സ്ഥലത്തിന് രാമരാമ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഇതില് കറുത്ത മണ്ണാന്നാ പറയുന്നത്. നമ്മുടെ രാമനാണോന്ന് അറിയത്തില്ല. അങ്ങനെ ഇവിടെ എത്തി. ഇതാണ് ഞങ്ങള് തിരിഞ്ഞു നിക്കല്ലേ, തിരിഞ്ഞു. ഇതാണ് അനുവിന്റെ ഫ്രണ്ട് അഖിത. ഞങ്ങളിവിടെ എത്തി. ഉള്ളിലെ കാര്യങ്ങൾ കാണാം. അമ്മ എല്ലായിടത്തും ഉണ്ട്. അമ്മന്റെ ഫാൻസും എല്ലായിടത്തും ഉണ്ട്.
ഇതൊരു ബൊഫേ ആണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ പോയി എടുക്കാം. അതിനൊരു പൈസ നമ്മൾ ഫസ്റ്റ് കൊടുത്താൽ മതി, ടോക്കൺ പോലെ. വടയുണ്ട്, അങ്ങനെ കുറെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. പിന്നെ ഇത്ര നേരം കൈ വെച്ചിട്ട് ഇപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് വയ്ക്കുന്നു. യുദ്ധക്കളം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ നന്നായിരുന്നു, നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. മറ്റേ ഫസ്റ്റ് ന്യൂ ഇയർ ആദ്യം വരുന്നത് ന്യൂസിലൻഡിലാണ്. ലോകത്തില് തന്നെ ഫസ്റ്റ് ന്യൂ ഇയർ വരുന്നത് ഇവിടെയാണ്. ഇതിന്റെ മുകളിൽ കൗണ്ട് ഡൗൺ ഒക്കെ വന്നിട്ട് നമ്മൾ ഇവിടെ ഫുൾ ആൾക്കാരായിരിക്കും. സ്ട്രീറ്റ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്, പണ്ടാറ് തണുപ്പ്. നോക്കും, സമാധാനത്തിന്റെ നല്ലൊരു പോയി, സമാധാനം പോയി. അങ്ങനെ പള്ളിയിലൊക്കെ ഒന്ന് കയറി ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് യാത്രയാവുകയാണ്. പൂമ്പൊടി കൊണ്ടിട്ടാണ് പൂവിന്റെ നടുക്കത്തെ ഇങ്ങനെയുള്ള സാധനം. നോർത്ത് വെസ്റ്റേൺ മോഡല് നമ്മളുണ്ടല്ലോ ഇത് ഭയങ്കര സീ സൈഡിന്റെ അതുകൂടെ എല്ലാം പോണ്ടോടി. കാരണം എനിക്ക് തോന്നുന്നില്ല അത്ര സേഫ് ആണ് സീ സൈഡിൽ നിക്കണത്. ചിലപ്പോ ഇതുണ്ടോ ഭയങ്കര ശക്തിയുള്ള കാറ്റാണ്. പക്ഷെ അതിന് തണവൽക്കരിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ കയറി വരുമ്പോ ഈ എന്താണ് കാലൊക്കെ ഇവിടെ ക്ലീനാക്കിയിട്ട് വേണം കയറാൻ. അപ്പൊ ഈ കാറിലും കൊണ്ടുവരുന്ന ചവിട്ടി കൊണ്ടുവരുന്ന എന്തെങ്കിലും നല്ല തണുപ്പുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ. അതെ, ചെടികൾക്ക് കേടുപാടുകളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. ഇത് കണ്ടോ, കടലിൽ വന്ന് ചേരുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനോട് ചേർന്നൊരു ചെറിയ മൗണ്ടൻ, അങ്ങനെയാണ് ഈ സ്ഥലം ഉള്ളത്. നല്ല കാറ്റുണ്ട്, മഴയ്ക്ക് മുമ്പോട്ട് വരാതിരിക്കാൻ നോക്കാം. മൈക്കിന് ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾക്ക് കുറേ പേര് എന്ന് പറഞ്ഞാൽ ഫാമിലി ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ടായിരുന്നു മൈക്കിൻ്റെ ഇഷ്യൂവിനെ കുറിച്ച്, സൗണ്ടിൻ്റെ ഇഷ്യൂവിനെ കുറിച്ച്. എന്താണ്, നമുക്ക് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ പെട്ടെന്നില്ല, അതൊക്കെ നമുക്കത് ക്ലിയർ ചെയ്യാം. എനിക്ക് ഒരുപാട് സജഷനും കാര്യങ്ങളൊക്കെ തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും.
അപ്പോൾ നമ്മളങ്ങനെ ഇവിടെയൊക്കെ എത്തിക്കഴിഞ്ഞപ്പം ഞങ്ങൾ വീഡിയോയിൽ സംസാരിച്ചൊന്നും ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ശക്തിയുള്ള കാറ്റായിരുന്നു. കാറ്റെന്നൊക്കെ വെച്ചാൽ ഇങ്ങനെ നമ്മളെ തള്ളി മറിച്ചിടുന്ന പോലത്തെ കാറ്റ്. നമുക്ക് കണ്ണ് തുറക്കാനോ സംസാരിച്ചാൽ അങ്ങോട്ട് കൊണ്ട് കേൾക്കാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ചെന്നപ്പോൾ അതിനേക്കാളും ശക്തി കൂടി കാറ്റിന്. അപ്പോൾ ആ ഒരു കാറ്റത്തെ ഇളകി മറിഞ്ഞ് കിടക്കുന്ന കടലൊക്കെയാണിത്. തണുത്ത് വിറച്ചൊരാളെ നിൽക്കുന്നുണ്ട്. കൂട്ടെ പോവല്ലേ പോവല്ലേ, ദയവ് ചെയ്ത് പോവല്ലേ. പറഞ്ഞോ. കാറ്റ് കാരണം മരങ്ങളൊക്കെ നിന്ന് ആടുന്നതാണ്. ഏതാ ഇവിടുത്തെ കാറ്റിന്റെ ഒരു ഭീകരത അറിയണമെങ്കിൽ ഇത് കണ്ടാ മനസ്സിലായി. ഭീകരം കാറ്റ്. നമുക്ക് നേരെ ഇങ്ങനെ പോയി നേരെ മുമ്പോട്ട് തന്നെ പോണം. നമ്മളിനി ചെന്നെത്താൻ പോണത് അവിടെയാണ്, ആ മൂലയ്ക്ക്. ഇതൊരു 2 കിലോമീറ്ററിൽ ഒരു ലൂപ്പ് വാക്കാ. നമുക്ക് തിരിച്ച് നമ്മുടെ കാർ പാർക്കിൽ തന്നെ ചെല്ലാൻ പറ്റും. തിരിച്ച് ഈ വഴി തന്നെ വരണ്ട, വേറെ വഴി നടന്ന് കാർ പാർക്കിൽ എത്താൻ പറ്റും. അപ്പൊ ആകാശം ചെറുതായിട്ട് അപ്പേക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ കാറ്റിന് രക്ഷയില്ല. ഇവിടെ നിന്ന് താഴോട്ട് 200 അടി താഴ്ചയാണെന്നാണ് പറയുന്നത്. താഴെ റഫായിട്ടുള്ള സെയ്യുമാണ്. ചില സ്ഥലത്ത് ഇതിന് കയ്യാലയൊന്നും ഇല്ല. ആ പോയിന്റിലാണ് നമ്മൾ പോണത്. അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവിടെ പോയിരുന്നാലാണ് നമുക്ക് ഇതിന്റെ ഫുൾ വ്യൂ കിട്ടുന്നത്. ബാക്കിയതാ പോണം. ഈ ഒരു സ്ഥലത്ത് ഭയങ്കര ശക്തിയായിട്ടുള്ള കാറ്റ് അടിക്കാൻ തുടങ്ങി. ആദ്യത്തേനേക്കാളും ഒക്കെ ഇരട്ടി ഒരു ഇതിലായിരുന്നു. അപ്പോൾ ഞാനിവിടെ നിന്ന് പറയുന്നത് ഇങ്ങനെ തിരിഞ്ഞു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തള്ളിക്കൊണ്ട് പോകുന്ന പോലത്തെ ഒരു കാറ്റാണെന്നാണ്. അപ്പോൾ തോമസ് അവിടെ പോയിട്ട് ഷോ കാണിക്കുന്നു. പോയി കാണുന്നില്ല കേട്ടാ. ഇതേ പോണം. അത് പക്ഷെ അത്ര പോയില്ല. അതാ പോയി. ഈ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ വെതർ പെട്ടെന്ന് മാറി. നല്ല മഴ തുടങ്ങി. മുഖത്തോട്ട് മഴത്തുള്ളി വന്ന് വീഴുമ്പോൾ നല്ല വേദന എടുക്കാൻ തുടങ്ങി. അത്രയ്ക്ക് ശക്തിയിലായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേന് അനു അവിടെ നിന്ന് തെന്നി പോയതാണ്ടാ. കാറ്റടിച്ചിട്ട് ഒരു രക്ഷയില്ലാത്ത കാറ്റ്. നടന്നു വന്നപ്പോൾ ഞാനൊരു സ്ഥലം കാണിച്ചു തന്നില്ലായിരുന്നോ, അറ്റത്തുള്ളൊരു സ്ഥലം. അതാണ് ഈ കാണുന്ന വ്യൂ പോയിന്റ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഇത്. അങ്ങനെ മഴയെല്ലാം കൂടിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര തണുപ്പും കാറ്റൊക്കെ അടിച്ച് ചെവിവേദനയൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പയ്യെ തിരിച്ച് നടക്കാൻ തീരുമാനിച്ചു. കണ്ടോ, ഇതിനകത്ത് ആ മഴ ചാറുന്നുണ്ട്. മഴ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. മഴ ചാറുന്നുണ്ട്. അപ്പോൾ അനു അവിടെ പോയിട്ട് കൈ വീശി കാണിച്ചതാണ്. നല്ല, അതായത് ഒരു ലൈഫിൽ 1 ടൈമെങ്കിലും വന്ന് കാണേണ്ട സ്ഥലങ്ങളാണ് കാണാൻ പറ്റുന്നവർക്ക്. അവിടെ പോയി കണ്ടു.
നല്ല വ്യൂ ആയിരുന്നു. ഇറങ്ങാൻ നല്ല സുഖമായിരുന്നു. കയറാൻ നല്ല പാട്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെന്താ, കുക്കിംഗ് വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ അതിനുള്ളൊരു സെറ്റപ്പില്ല. നമ്മുടെ നാട്ടിലെ പോലെ ഗ്യാസ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ കുക്ക് ചെയ്യുന്നതിന് കുറേ ലിമിറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആക്കുന്നത്. അപ്പം അതൊക്കെ കണ്ട് ചെയ്യാമെന്ന് ഓർക്കുന്നത് ഞാൻ. ന്യൂസിലൻഡിലെ കാഴ്ചകൾ ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. നമ്മൾ ഇനിയും കുറേ സ്ഥലത്ത് പോകും. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ അമർത്തി ലൈക്കും ഷെയറും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇത് ഞങ്ങളുടെ 5-ാമത്തെയോ 6-ാമത്തെയോ കണ്ട് വീഡിയോ ആണ്. ഇതിനകത്ത് ഞങ്ങൾ മാക്സിമം നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സൗണ്ടിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. സൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ക്വാളിറ്റിയും ഒക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്ത് അപ്പം തന്നെ മൊത്തം അതിൻ്റെ എല്ലാ ഗാഡ്ജറ്റ്സും ഉപയോഗിച്ചിട്ട് ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റിക്കോണമെന്ന് വരില്ല. അപ്പോൾ എനിക്കങ്ങനെ വാശിയൊന്നുമില്ല. ഇന്നതെല്ലാം വേണം. വാശി എന്ന് വെച്ചാൽ എന്നോട് തന്നെ അങ്ങനെ എല്ലാം ഒന്നും വേണമെന്നൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാം. പിന്നെ ഇതൊക്കെ ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളത് പോലെ ഇതൊക്കെ ഒരു മെമ്മറിയാണ്. നമ്മൾ ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കുക. പിന്നെ നമുക്ക് ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയി, ഞാനും അനുവും കൂടെ എവിടെയെങ്കിലും പോയി, അപ്പോൾ വീട്ടുകാർ ചോദിക്കുകയാണ്, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ചോദിക്കുകയാണ് എവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ലിമിറ്റും അപ്പോൾ നമ്മൾ അതിന് ഒരു വീഡിയോ ആയിട്ടോ ഫോട്ടോഗ്രാഫായിട്ടോ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ ഒരു അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആവും നമുക്കിപ്പോൾ എല്ലാവർക്കും. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തോട്ടെല്ലാം നമ്മുടെ പാരൻസിന് സമയമാകുമ്പോൾ നമ്മൾ കൊണ്ടുവരും, വേറെ കാര്യം. അപ്പോൾ അങ്ങനെ അപ്പം എന്താ ചെയ്ത് എന്താ കണ്ടതൊക്കെ അവരും കൂടെ ഒന്ന് കണ്ടിരിക്കാനും അവരും കൂടെ ഇതൊക്കെ ഒന്ന് അറിവ് ഒരു. പിന്നെ എനിക്ക് സംസാരിക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അത് ഞാൻ പതുക്കെ ശരിയാക്കാൻ ശ്രമിക്കും. തിരിച്ചെത്തിയപ്പോഴത്തേനും എല്ലാവരും മടുത്തു. ഇപ്പൊ നല്ല സുഖമായിരുന്നു. കയറി വരുമ്പോൾ നല്ല കയറ്റമാണ്. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് തിരിച്ചെത്തി. അതുപോലെ കയറിയപ്പോൾ പോലെ തന്നെ ഇറങ്ങുമ്പോൾ അതുപോലെ തന്നെ കാലൊക്കെ ക്ലീൻ ചെയ്ത് വേണം പോകാനായിട്ട്. അതൊക്കെ ഇതുപോലെ രാജ്യങ്ങൾ അടിപൊളിയാണ്. അവരവരുടെ രാജ്യത്തിന് നന്നായി ടേക്ക് കെയർ ചെയ്യും. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഏതാണോ ട്രിപ്പ്? മടുത്തുപോയി. കാറ്റ് കാരണം പകുതി ക്ഷീണമുണ്ടായി. പോയില്ല, പോകാൻ പറ്റില്ല. ഇത്രയും അത്ര ഉണ്ടായിരുന്നല്ലോ വ്യൂ പോയിന്റ്. ഇവിടെ തന്നെ എത്താനുള്ള എന്താണേലും വണ്ടി അൺലോക്ക് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് പതിയെ തിരിക്കാം. ഇനി വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഓക്കെ. ആർസിബിക്കാർ എല്ലായിടത്തും ഉണ്ട്. മാത്രമല്ല RR ഉണ്ട്. നല്ല കാറ്റുണ്ട് ഇപ്പോഴും, തണുപ്പുണ്ട് നന്നായിട്ട്. നല്ല രസമല്ലേ ഇലകൾ ഇങ്ങനെ കിടന്നിട്ട് അനങ്ങുന്നതാണ്.
അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷനിലെത്തി, കോൺവാൾ പാർക്ക്. ഇത് ഒരു 670 ഏക്കർ എങ്ങാണ്ടുണ്ട് ഈ മൊത്തം പ്രോപ്പർട്ടി. ഇതിൽ ഗാർഡനുണ്ട്, ഇങ്ങനെ മൃഗങ്ങളിങ്ങനെ മേഞ്ഞ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, ആൾക്കാർക്ക് നടക്കാനുള്ള വഴികളും കുറേ കാർ പാർക്കും വോൾക്കാനോസിൻ്റെ ഏരിയകളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ തണുപ്പത്ത് നിങ്ങൾ നിൽക്കുന്ന കാണാൻ അത്ഭുതമാണ്. വാ വാ വാ. ഇവിടെ ഇവർ വന്ന് നോക്കൂട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പശുക്കൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ, തിന്നാൻ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കും. അതാണ് ഇങ്ങനെ തിന്നാനൊന്നും കൊടുക്കാനൊന്നും പാടില്ല. നോക്കിക്കോണ്ടോ. ഹലോ, ഇന്ന് പങ്കെടുക്കത്തില്ലേ? വാ, എന്താ പറയാനുള്ളത് ബ്ലോഗ് കാണുന്നവരോട്? കരയണെന്തിനാ? കരയുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു ദിവസം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലേ അലമ്പാവും പശുക്കള്. ഇവിടുത്തെ പശുക്കൾ ഭയങ്കര. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് കോൺവാൾ പാർക്ക് എന്ന്. അപ്പം ഞങ്ങൾ തിരിച്ചു പോണ വഴിക്ക് ഇവിടെ കൂടെ ഒന്ന് കയറിയതാ. പൊണ്ണാറ് തണുപ്പാവും. ടെമ്പറേച്ചർ കാണിക്കുന്നത് 12 ആണെങ്കിലും ശരിക്കും ഭയങ്കര തണുപ്പ്. നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഹാമിൽട്ടൺ ആണ്. അവിടെ ഇത്രയും തണുപ്പില്ല. ഇതിപ്പോൾ ഓക്ലാൻഡ് 1 തണുപ്പാണ്. ഇതൊക്കെ എന്ത് പക്ഷിയാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷേ ഇവിടെ പണ്ട് വോൾക്കാനോ അഗ്നിപർവ്വതം പൊട്ടിയിട്ട് ഉണ്ടായ കുഴിയാണ്. ഇതെങ്ങനെ താഴെ ഈ സാധനം വന്നു. കാറ്റാണ് രക്ഷയില്ല. കാറ്റ് കാണാം. കാറ്റ് രക്ഷയില്ലാത്ത കാറ്റുണ്ട്. നമ്മൾ രാവിലെ കണ്ട സ്കൈ ടവർ ഉണ്ടല്ലോ, മറ്റേ നമ്മൾ ന്യൂ ഇയർ ഇവിടെ ആദ്യം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്നതിന് ഇത്രയും ദൂരെയാണ്. നമ്മൾ അത് കഴിഞ്ഞ് ഇത്രയും ദൂരം അങ്ങ് പോന്നു. അതെ. ഇനി വേറെ ഏതാ ലൊക്കേഷൻ? പോയിക്കളയാം. ഇത് കണ്ടോ, ഒരു ബാത്റൂമിലോട്ടുള്ള വഴിയാണ് കാണുന്നത്. ഇതിവിടെ ഒരു സ്റ്റെയർ ഇറങ്ങിയിട്ട് ടോയ്ലറ്റിലോട്ടുള്ള വഴിയാണിത്. ഞങ്ങള് നടന്ന് വഴി തെറ്റിയത് കുറേ ഏക്കറുകളുള്ള ഒരു പറമ്പാണ്. അങ്ങനെ വഴി തെറ്റി ഞങ്ങൾ കുറേ വട്ടത്തിൽ നീളത്തിൽ നടന്ന് എങ്ങും എത്തില്ല. അവസാനം ഇവിടുത്തെ ഒരു സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളി ഹിന്ദിക്കാരനായിരുന്നു. പുള്ളി ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നു. പക്ഷെ പുള്ളി പറഞ്ഞ വഴി ഞങ്ങൾക്ക് അത്ര ക്ലിയർ ആയില്ലാണ്ട് പുള്ളിക്കാരൻ എന്തായാലും തിരിച്ച് വണ്ടി ഓടിച്ച് വന്ന് ഞങ്ങളെ കറക്റ്റ് വഴിക്ക് കയറ്റി വിട്ടു. ഈ വഴിക്ക് ഇങ്ങനെ നേരെ പോയാൽ ഞങ്ങൾ എത്തുമെന്ന് വിചാരിക്കുന്നു. പുള്ളിക്കാരൻ എന്തായാലും ഹിന്ദിക്കാരനായിരുന്നു കേട്ടോ, നല്ലൊരാളായിരുന്നു. ഈ വഴിക്കൂടെ നിൽക്കുന്നതൊക്കെ ഡാഫഡിൽ എന്ന് പറയുന്ന പൂക്കളാണ്. മഴ എന്നെ ആണോ? കുറച്ചൊരു നടക്കാനുണ്ട്. അപ്പൊ തന്നെ മഴ വരുന്നുണ്ട്. മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വഴിയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല കാറ്റും മഴയും വരുന്നു. സെക്യൂരിറ്റി ചേട്ടനോട് പോയിട്ടേ ചേട്ടാ ഞങ്ങൾ വണ്ടി ഇട്ട് സ്ഥലം കണ്ടത്
അങ്ങനെ നീണ്ട നേരത്തെ തെരച്ചിലിനൊടുവിൽ നമ്മൾ വണ്ടി കണ്ടെത്തി. അതായത് ഞങ്ങൾ വണ്ടി നിർത്തിയത് നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടന്ന് കറങ്ങിയിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പോന്നാൽ മതിയായിരുന്നു. കറങ്ങി വട്ടം ചുറ്റി മൂക്ക് പിടിച്ച് അങ്ങനെ ലാസ്റ്റ് എത്തി. ഇനി അടുത്ത സ്ഥലം നമുക്കൊരു കുഴപ്പമുണ്ട്, നമ്മൾ ഒരിക്കലും വെതർ നോക്കി മഴവില്ലിന്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. ഇന്നത്തെ യാത്രകൾ ഇവിടെ തിരിയാണ്. അപ്പം അടുത്തൊരു മീഡിയമായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും കാണാം. പിന്നീട് എപ്പോഴെങ്കിലും അല്ല, അടുത്ത ആഴ്ച കാണാം. ഇനി നമുക്ക് ഏകദേശം 1 മണിക്കൂറുണ്ട്. അതായത് 116 കിലോമീറ്റർ ഉണ്ട്. സ്ട്രൈറ്റ് ആണ്. നമുക്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഹാമിൽട്ടണിലേക്ക് ഇനി ഇത്രയും ദൂരമുണ്ട്. അപ്പം ബൈ. Thank you so much for watching.